വീട്ടിലെത്തി. രാത്രിയിൽ ഉറക്കമെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. വെളുപ്പിന് എന്താണ്ട് ഒരു 4 മണിയോ 3 മണിയോ എന്തോ ആയപ്പോഴത്തേക്കും ഞാനൊന്ന് ഉറങ്ങി തുടങ്ങി. ആ സമയത്ത് റിക്സ ഞാൻ ഇവനെ പിടിച്ച അത്രയും സമയം ഇവനെ റിക്സ ചേട്ടൻ അത്രയും സമയം ഞാൻ ഇവനെ പിടിച്ചപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം വണ്ടി ഇടയ്ക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോകുമ്പോൾ എനിക്ക് പേടി കൊച്ചെങ്ങാനും താഴത്തിന് വീഴുവാന്നൊക്കെ. അതുകൊണ്ട് ഞാനിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ പിടിച്ചിരുന്നു. എന്നിട്ട് ഒരു 4 മണി 3 മണിയായപ്പോൾ റിക്സ ചേട്ടൻ വാങ്ങിച്ച് എന്നിട്ട് റിക്സ ചേട്ടൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി. ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ എന്തോ ഉറങ്ങി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചണ്ഡീഗഡ് എത്തി. ഇനി നമ്മൾക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 3 മണിക്കൂറേ ഉള്ളെന്നാണ് റിക്സ ചേട്ടൻ പറയുന്നത്. ഇപ്പോഴും റിക്സ ചേട്ടൻ എന്നോട് പറയുന്നത് സ്ഥലം പറയില്ലേ. അതുകൊണ്ട് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഇവൻ്റെ ഒന്ന് ഇവിടെ പമ്പിൽ ഇവർ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം വെട്ടമൊക്കെ കണ്ടപ്പോൾ ഒന്ന് എഴുന്നേറ്റു. പിന്നെ അത്